ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളോടൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പം ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്കറിയാം, ഇന്നിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടി തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയാത്തതുകൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ അറിയാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. സോ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യം, അതായത് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് മാത്രം കമൻറ്റ് ചെയ്യരുത്, ഓക്കെ? അപ്പം മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട് എന്നാണോ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് കറക്റ്റാണ്. അപ്പം ഇത് തന്നെയല്ലേ ETF ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാനിപ്പോൾ ഇന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യം കുറച്ച് കൺഫ്യൂസിങ് ആവും അല്ലേ? ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആരൊക്കെ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ടൈപ്സ്, ഇതിൽ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ പലതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ച് ഒക്കെ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് യാതൊരു തരത്തിലുള്ള ബയോ സെൽ റെക്കമെൻഡേഷൻ എല്ലാം നമ്മളിവിടെ എടുത്ത് പറയുകയും കൂടി ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ബുഫേയിൽ പലതരത്തിലുള്ള ഡിഷസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല ഡിഷസ് ട്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ഡിഷ് മാത്രം നിങ്ങൾ എടുക്കുകയാണ്. നിങ്ങളിവിടെ ഒരു പഞ്ചാബി താലിയാണ് എടുക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇൻഡെക്സ് ഫണ്ടും ചെയ്യുന്നത്. അപ്പം ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുക്കുന്നതിന് പകരം മൊത്തം മാർക്കറ്റ് ഇൻഡെക്സിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ്. അപ്പോൾ ഇതിൽ ടോപ്പ് പെർഫോമിംഗ് കമ്പനീസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ NSE ലിസ്റ്റ് ചെയ്തേക്കുന്ന ടോപ്പ് 50 കമ്പനീസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ റിലയൻസ്, HDFC, TCS, ഇൻഫോസിസ് പോലത്തെ കമ്പനീസിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡെക്സ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പണം വളരും. ഇനിയിപ്പം ഇൻഡെക്സ് ഇടിയുവാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതനുസരിച്ച് കുറയും. സോ നമ്മുടെ ബുഫേയിൽ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു പഞ്ചാബി താലിയാണ് നിഫ്റ്റി 50 ഇൻഡെക്സ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിഷസ് ഒക്കെ പല കമ്പനികളാണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം ഇൻഡെക്സ് ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട് വർക്ക് ചെയ്യുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അപ്പോൾ ഏത് സ്റ്റോക്സ് വാങ്ങണം അതുപോലെ തന്നെ ഏത് സ്റ്റോക്സ് വിൽക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫണ്ട് മാനേജറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിന് പകരം ഇവിടെ ഇൻഡെക്സ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സിൽ 750 സ്റ്റോക്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടിലും ഈ ഒരു സെയിം 750 സ്റ്റോക്സ് ആവും ട്രാക്ക് ചെയ്യുന്നത്, അതും സെയിം പ്രൊപ്പോർഷനിൽ. ഇപ്പം ഇൻഡെക്സിൽ നിന്ന് ഒരു കമ്പനിയെ ഒഴിവാക്കാണ് അല്ലെങ്കിൽ പുതിയൊരു കമ്പനി ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്താലും ഫണ്ടും അതുപോലെ തന്നെ ചെയ്യും ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഇതൊരു മാഗി ഉണ്ടാക്കുന്ന പോലെ ചിന്തിക്കാം. അപ്പോൾ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ ഉണ്ടാക്കും, അല്ലാതെ നമുക്കിവിടെ പ്രത്യേകിച്ച് വലിയ കുക്കിംഗ് സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പം ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതാണ്, ബെഞ്ച് മാർക്ക് നേടിയേക്കുന്ന റിട്ടേൺസുമായിട്ട് മാച്ച് ആകുക എന്നതാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ അങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സ് ആണ്. അപ്പോൾ അവർ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ബെഞ്ച് മാർക്കിനേക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത് അല്ലേ? സോ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പല ടൈപ്പ് ഇൻവെസ്റ്റേഴ്സിനും ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. സോ ആർക്കായിരിക്കും ഇതിൽ നിന്ന് ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം ഇൻവെസ്റ്റിംഗിൽ ഒരു ബിഗിനർ ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റിസ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി അറിയേണ്ട ആവശ്യമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ ജസ്റ്റ് ടോപ്പ് കമ്പനികളുടെ ഒരു ബാസ്ക്കറ്റിലേക്ക് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുവാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇൻഡെക്സ് ഫണ്ട്സ് മാർക്കറ്റ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഇരുന്ന് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും നമുക്ക് ഇവിടെ വരുന്നില്ല. പക്ഷേ നിങ്ങൾ ബാസ്ക്കറ്റ് ചൂസ് ചെയ്യും മുമ്പ് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. അതായത് ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളൊക്കെ ആയിട്ട് ഒത്തുപോകുന്നതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യാമെന്നുള്ളതും നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇവിടെയുണ്ട്. സോ ബിഗിനേഴ്സിന് ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇൻഡെക്സ് ഫണ്ട്സ് നല്ലതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 മുതൽ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സമ്പത്ത് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ബൈ ടൈം മാർക്കറ്റ് എന്തായാലും വളരും, അപ്പോൾ അതനുസരിച്ച് ഇൻഡെക്സ് ഫണ്ട്സും വളരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി, അതായത് ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ നിങ്ങളിപ്പം നിപ്പോൺ ഇന്ത്യ ഇൻഡെക്സ് ഫണ്ട് നിഫ്റ്റി 50യിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായേനെ. അപ്പം ഈ ഒരു കേസിൽ 2013 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ട് 326.1% അബ്സല്യൂട്ട് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു പാസീവ് ഇൻവെസ്റ്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനൊന്നും സമയമില്ലാത്തൊരു ഇൻവെസ്റ്റർ ആണോ?
അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഇൻഡെക്സ് ഫണ്ട് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ ഇവിടെ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് നോക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഇൻഡെക്സ് നോക്കിക്കോളും. അപ്പം ഇതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇൻഡെക്സ് ഫണ്ട്സ് മാർക്കറ്റിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു എഫേർട്ട് ഇട്ടുകൊണ്ട് നമുക്കൊരു കൺസിസ്റ്റന്റ് റിട്ടേൺസ് ലഭിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി നെസ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എടുക്കാം. അപ്പോൾ അതായത് ഈ ഒരു ഫണ്ടിൽ നമ്മുടെ ഹോൾഡിംഗ്സ് നിഫ്റ്റി നെസ്റ്റ് 50 ഇൻഡെക്സിലായിരിക്കും ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി നെസ്റ്റ് 50 ഫണ്ട് ടോപ്പ് ഹോൾഡിംഗ്സ് വരുന്നത് ഇതൊക്കെയാണ്. അതുപോലെ നിഫ്റ്റി നെസ്റ്റ് 50 ഇൻഡെക്സിലെ ടോപ്പ് കമ്പനീസ് വരുന്നത് ഇതൊക്കെയാണ്. ഇനി ഇൻഡെക്സ് ഫണ്ട്സ് റിസ്ക് അവേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് നല്ലതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കുന്നതിലും ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ് നിങ്ങൾക്ക് ഒരു സേഫ് ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് പോലെ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടൊന്നും ഇത് ഇടിയില്ല. കാരണം ഇൻഡെക്സ് ഫണ്ട്സിൽ നമ്മൾ പല കമ്പനികളിലേക്കായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെയുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വരുന്നത് ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ട്സ്, അതുപോലെ ബോണ്ട് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. കാരണം വോളറ്റിലിറ്റി കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലാർജ് ക്യാപ് ഫണ്ട്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നിങ്ങളിപ്പം അധികം കോസ്റ്റ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണോ? എന്നാൽ നിങ്ങൾക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതായത് ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ട്സിനൊക്കെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട്സിൻ്റെ ഒക്കെ ഒരു മാക്സിമം എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1%. ഇപ്പം മ്യൂച്വൽ ഫണ്ട്സ് ഇൻക്ലൂഡിംഗ് ഇൻഡെക്സ് ഫണ്ട്സിൻ്റെ ഒക്കെ എക്സ്പെൻസ് റേഷ്യോ ഒരു 0.5% മുതൽ 0.75% ഇടയ്ക്കാണെങ്കിൽ അത് നല്ലൊരു എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഇന്ന് സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. സോ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളിപ്പം ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുന്ന ഇൻവെസ്റ്റർ ആണോ? അതായത് ഇന്റർനാഷണൽ മാർക്കറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പോഷർ വേണോ? അങ്ങനെയെങ്കിൽ ഗ്ലോബൽ ഇൻഡെക്സ് ഫണ്ട്സ് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക്. ഇപ്പം പറയുവാണെങ്കിൽ S&P 500 ഇൻഡെക്സ് ഫണ്ട്സ് വഴി നിങ്ങൾക്ക് ടോപ്പ് US കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ടെസ്ല, അതുപോലെ ആമസോണിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനോട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 FOF ആണ്. കൂടുതൽ എക്സാമ്പിൾ നമുക്ക് വീഡിയോ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇതാണ്, ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് സ്ലോ ഡൗൺ ആയാലും നമുക്ക് ആ ലോസ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇന്റർനാഷണൽ ഫണ്ട്സ് വെച്ചിട്ട്. ഇനി റിട്ടയർമെന്റ് അതുപോലെ വെൽത്ത് ക്രിയേഷൻ നോക്കുന്ന ഒരു ഇൻവെസ്റ്ററിനും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് SIP വഴി ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിട്ടയർമെന്റിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര നേരത്തെ നിങ്ങൾക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നോ അത്രയും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് ഇവിടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗെയിം കളിച്ചാലോ? ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ കേട്ടോ, ലോ കോസ്റ്റ് ആൻഡ് ലോ ഫീസ്. അപ്പം ഇത് അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? കമന്റ് ചെയ്തോ. അപ്പം ഇത് സിമ്പിൾ ആയിപ്പോയി അല്ലേ? ഇത് അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്കിവിടെ വലിയൊരു മാനേജ്മെന്റ് ഫീസും നമുക്ക് അവിടെ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് അധികം കോസ്റ്റ് ആയിട്ട് പോകില്ല. ഇനി അടുത്ത പോയിന്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പം നമുക്ക് പല കമ്പനികളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഇനി അടുത്ത പോയിന്റ് കേട്ടോ, മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺസ്. ഇപ്പോൾ മാർക്കറ്റ് ലിങ്ക്ഡ് റിട്ടേൺസ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിനെ ആശ്രയിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ആണ്. ഇപ്പം മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനാണ് കൂടുതലും ചാൻസ്. ഇനിയിപ്പം മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നമുക്ക് നഷ്ടം വരാനും ഇവിടെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? ഇപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ മാർക്കറ്റ് കൂടുതലും വോളറ്റൈൽ ആയിരിക്കും. ഇനിയിപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനാവും കൂടുതൽ ചാൻസ്. ഇനി അടുത്ത പോയിന്റ്, നോ ഫ്ലെക്സിബിലിറ്റി. അപ്പം നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് തീർച്ചയായിട്ടും ഒരു ഡിസ്അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയുണ്ട്, അത് പറയാൻ വിട്ടുപോയി, ട്രാക്കിംഗ് എറർ. ഇപ്പോൾ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇൻഡെക്സും ഫണ്ടിന്റെ പെർഫോമൻസും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് ആണ്. അതായത് ഇപ്പോൾ നിഫ്റ്റി 50-ൽ 12% റിട്ടേൺസ് നൽകിയെന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇൻഡെക്സ് ഫണ്ട് 11.8% റിട്ടേൺസ് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 0.2% ഗ്യാപ്പ് വന്നില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. സോ ഇതെന്തായിരിക്കും, അഡ്വാൻറ്റേജ് ആണോ അതോ ഡിസ്അഡ്വാൻറ്റേജ് ആയിരിക്കോ? പറ. ഇതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇൻഡെക്സ് ഫണ്ടും ETF-ഉം സെയിം അല്ലേ? കാരണം രണ്ടിലും നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഡെക്സിലേക്ക് തന്നെയല്ലേ ട്രാക്ക് ചെയ്യുന്നത്. അപ്പം ഇൻഡെക്സും ETF-ഉം സെയിം ആണോ? സോ നമുക്ക് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അതായത് ETFs എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ട്സ് പോലെ തന്നെയാണ്. പക്ഷേ ETFs നമുക്ക് സ്റ്റോക്ക് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ ETFs ഇൻഡെക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഇനി ഇവർ തമ്മിലുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. രണ്ടും ഒരു സ്പെസിഫിക് മാർക്കറ്റ് ഇൻഡെക്സിനാണ് ട്രാക്ക് ചെയ്യുന്നത്. രണ്ടിൽ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പാസീവ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇനിയിപ്പം ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിന് വെച്ച് നോക്കുമ്പോൾ രണ്ടിലും എക്സ്പെൻസ് റേഷ്യോയും കുറവാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് അതുപോലെ ETF തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
ഇനി ട്രേഡിംഗിലേക്ക് വരുമ്പോൾ ഇൻഡെക്സ് ഫണ്ട്സ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെയാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതേസമയത്ത് ETF ആണെങ്കിൽ സ്റ്റോക്സ് പോലെ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം നമുക്കിവിടെ ഇല്ല. പക്ഷേ നമ്മൾ ETFസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറിൻ്റെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ് നമുക്ക് NAV മാത്രമേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ NAV പ്രൈസ് ഓരോ ഡേ എൻഡിങ്ങിലും ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതേസമയത്ത് നമ്മൾ ETF പ്രൈസ് നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ മാർക്കറ്റ് അവേഴ്സിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ETFs വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ചില ETFസിലൊക്കെ ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ട്, കാരണം അവിടെ ട്രേഡിംഗ് വോളിയം കുറവായതുകൊണ്ടും അതുപോലെ തന്നെ ബിഡ് ആ സ്പ്രെഡ് വൈഡ് ആയതുകൊണ്ടുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അപ്പോൾ മൊത്തം മാർക്കറ്റ് ഇവിടെ ട്രാക്ക് ചെയ്യും, ലൈക്ക് ഇപ്പോൾ Nifty 50 അല്ലെങ്കിൽ സെൻസെക്സ് ഫണ്ട്സ്. ഇനിയിപ്പോൾ ടോപ്പ് പെർഫോമിംഗ് കമ്പനീസിലേക്ക് നമുക്ക് എക്സ്പോഷർ ലഭിക്കും. ഇനിയിപ്പോൾ ലോ വോളറ്റിലിറ്റിയിൽ ലോങ് ടേം ഗ്രോത്തിന് ബെസ്റ്റാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഫണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ അതുപോലെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനീസ് ആണ്. ഇനി മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് റിസ്കിൽ ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് ആണ്. ഇനിയിപ്പോൾ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഉള്ള കമ്പനീസ് ആണ്. അതുപോലെ തന്നെ നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്സ് നിങ്ങൾക്ക് കാണാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിനായിട്ട് നമ്മൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി അടുത്ത് സെക്ടോറൽ ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. ഒരു സ്പെസിഫിക് സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന ഫണ്ട്സ് ആണിത്. ലൈക്ക് ഇപ്പോൾ ബാങ്കിങ്, IT, ഫാർമ അല്ലെങ്കിൽ FMCG. അപ്പോൾ ഇവിടെ സെക്ടറിൻ്റെ പെർഫോമൻസ് ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ് ഇവിടെ. ഇപ്പോൾ സെക്ടർ സ്പെസിഫിക് നോളജ് ഉള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത് നല്ലതാണ്. ഇനിയിപ്പം കുറച്ച് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. അടുത്ത് ഇൻ്റർനാഷണൽ ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ ഗ്ലോബൽ മാർക്കറ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ S&P 500 അല്ലെങ്കിൽ നാസ്ഡാക്ക് 100. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പുറത്ത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ഇൻ്റർനാഷണൽ ഫണ്ട്സ് നല്ലതാണ്. ഇപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് അതിന് എഗ്നസ്റ്റ് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ബോണ്ട് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഗവൺമെൻറ് ബോണ്ട്സ് അതുപോലെ കോർപ്പറേറ്റ് ബോണ്ട്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വിറ്റി ഇൻഡെക്സ് ഫണ്ട്സിലേക്ക് നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ റിസ്ക് കുറവാണ്. ഇനിയിപ്പം അധികം റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ബോണ്ട് ഇൻഡെക്സ് ഫണ്ട് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു, ആരൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കി അല്ലേ. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യും എല്ലാം പറഞ്ഞു, പക്ഷേ ഏത് ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞില്ല എന്ന്. അപ്പം അങ്ങനെ ഒരു കമൻറ്റ് വരും മുമ്പേ നിങ്ങൾക്കുള്ള ആൻസർ ഞാൻ അങ്ങ് തന്നേക്കാം. അപ്പോൾ നല്ലൊരു ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാര്യം എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പോൾ എപ്പോഴും കുറവ് എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ട്രാക്കിംഗ് എറർ ആണ്. അപ്പോൾ ട്രാക്കിംഗ് എറർ കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് ബെറ്റർ പെർഫോമൻസ് തന്നെയാണ്. ഇനി അടുത്ത് ഫണ്ട് സൈസ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് AUM ആണ്. അപ്പോൾ AUM കൂടുതലാണെങ്കിൽ അത് നോർമലി കാണിക്കുന്നത് ഫണ്ടിന്റെ സ്റ്റെബിലിറ്റി അതുപോലെ ട്രസ്റ്റ് ആണ്. ഇനി അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോങ് ടേം ഗ്രോത്തിന് ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം എനിക്കറിയാം. സോ നമുക്ക് ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് പല ഫാക്ടേഴ്സ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു ഇൻഡെക്സ് ഫണ്ട് ഇതിനായിട്ട് എടുക്കാം. മോത്തിലാൽ ഓസ്വാൾ Nifty Nest 50 ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ഫണ്ട് Nifty 50 ഇൻഡെക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ്, 0.36% ആണ്. ഇനി ഈ ഒരു ഫണ്ടിന്റെ 3 ഇയർ അതുപോലെ തന്നെ 5 ഇയർ റിട്ടേൺസ് കാറ്റഗറി ആവറേജ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ കൂടുതലാണ്. പക്ഷേ ഈ ഒരു ഫണ്ടിന്റെ 1 ഇയർ റിട്ടേൺസ് കാറ്റഗറി ആവറേജിനേക്കാളും കുറവാണ്. ഇനി ഫണ്ട് സൈസ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വരുന്നത് 288.85 കോടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള ഇൻഡെക്സ് ഫണ്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ ഒരു ഫണ്ട് എത്ര നാൾ പഴയതാണെന്നുള്ളതും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇനി ഫണ്ട് തുടങ്ങിയ അന്ന് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടിന്റെ NAV 9.95 രൂപയിൽ നിന്ന് 21.17 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ 1 ഒക്ടോബർ 2024 27.44 എന്ന പീക്ക് ലെവലിൽ എത്തിയിരുന്നു. എന്നിട്ട് 2025 ഫെബ്രുവരി 17 21.17 പോയി. അപ്പോൾ ഈ ഒരു ഫണ്ട് ഹൈ റിസ്ക് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടേൺസിൽ ഡിപ്പ് വരുമ്പോൾ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തണം. സോ ഫണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതനുസരിച്ചിട്ട് ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാവുള്ളൂ. ഇനി നമുക്ക് ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്യാൻ പറയാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു പ്ലാറ്റ്ഫോം ഇവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ ഗ്രോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഫണ്ടിലും SIP അതുപോലെ തന്നെ ലംസം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തണം. ഇനി നിങ്ങളുടെ KYC പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ആധാർ, പാൻ അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കാൻ കോപ്പീസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ വെരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യണം.
ഇനി അടുത്ത് നിങ്ങൾ ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ, ട്രാക്കിംഗ് എറർ, AUM ഒക്കെ വെച്ചിട്ട് വേറൊരു ഫണ്ടായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മോഡ് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ലോങ് ടേം ഹോൾഡിംഗിലേക്കുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ലെംസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണെങ്കിൽ ഒരു ഫിക്സഡ് മന്ത്ലി എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് അതുപോലെ തന്നെ SIP ആണോ ലെംസം ആണോ എന്നുള്ളത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ പീരിയോഡിക്കലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇമ്പൾസീവ് ബൈയിങ് ഓർ സെല്ലിംഗ് ഡിസിഷൻസ് ഒക്കെ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ലോങ് ടേം ഗ്രോത്ത് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ലോങ് പീരീഡിലേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക, അതുപോലെ ഡിവിഡൻസ് ഒക്കെ റീഇൻവെസ്റ്റ് ചെയ്യുക. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് ഫണ്ട്സ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഇൻഡെക്സ് ഫണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് ഇൻഡെക്സ് ഫണ്ട് വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടും ETF തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഇൻഡെക്സ് ഫണ്ട്സ് നമ്മൾ നോക്കി, എങ്ങനെ നമുക്ക് നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടിലേക്ക് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ കവർ ചെയ്തു. ഇന്ന് ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മളൊരു ചലഞ്ച് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, അതിപ്പം പറയാം. അപ്പോൾ 2000 നിങ്ങളിപ്പോൾ Nifty 50 ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്നത് എത്ര രൂപ ആയിട്ടുണ്ടായനെ, നിങ്ങളത് കണ്ടുപിടിച്ചിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗ്രോ മലയാളം കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.